നമ്മളെ എന്ത് ബന്ധം തുടങ്ങുമ്പോഴും അത് ഒരു 6 മാസത്തേന് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 5 വർഷത്തേക്ക് എന്നും പറഞ്ഞ് തുടങ്ങാണ്ടിരിക്കുക. ഉപേക്ഷിക്കാനായിട്ട് ഒരു ബന്ധവും തുടങ്ങാണ്ടിരിക്കുക. കാരണം നമ്മളുടെ സാഹചര്യമായിരിക്കില്ല വേറൊരാളുടെ സാഹചര്യം. അത് വിവാഹബന്ധത്തിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇല്ലേ? നമുക്ക് പലരെയും നമ്മളോട് ചേർത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് അവരിൽ ഒത്തിരി കുറവുകൾ കാണും. അപ്പോൾ നമ്മൾ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, പറഞ്ഞു കൊടുത്ത് ആദ്യമേ തന്നെ അത് തിരുത്തി കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാതെ പിന്നീട് അവരുടെ പുറകെ യാചിച്ച് നടന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? യാചന കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നെ സ്നേഹിക്കുക, എന്നെ ഉപേക്ഷിക്കരുത് എന്നിങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് ഉറച്ചു നിൽക്കാനുള്ള ചങ്കുറ്റം നമ്മൾ കാണിക്കുക. അതേത് ബന്ധത്തിലാണെങ്കിൽ പോലും നമ്മൾ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ കാര്യമായിട്ട് സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകും. അതെൻ്റെ പാർട്ട്ണറാണ് എന്ന് രണ്ട് കൂട്ടരും, അതായത് അമ്മായിയമ്മയാണെങ്കിലും അമ്മേനെയും അച്ഛനെയും ഭാര്യേനെയും ഒക്കെ ചേർത്ത് നിർത്താൻ ഒരു സ്ട്രോങ് ആയ ഒരു മെൻറ്റാലിറ്റി നമുക്കുണ്ടായിരിക്കണം. സ്ട്രോങ് ആയിരിക്കുന്ന ഒരു മനുഷ്യരുടെ അടുത്തേക്ക് യാതൊരു നെഗറ്റീവുകളും വരില്ല എന്ന് നമ്മൾ ചിന്തിക്കുക. അല്ലാണ്ട് ഉപേക്ഷിക്കാനായിട്ട് ഒരു ബന്ധവും നമ്മൾ തുടങ്ങാതിരിക്കുകയാണ് വേണ്ടത്. നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം എടുത്ത ശേഷമേ ഏത് ബന്ധത്തിലേക്കും എടുത്തു ചാടാവുള്ളൂ. അതിൻ്റെ 4 വശങ്ങളും നോക്കിയ ശേഷം മാത്രം തുടങ്ങുക. അല്ലെങ്കിൽ ആ പണിക്ക് നമ്മൾ പോവാതിരിക്കുക. അതാണ് വേണ്ടത്.